मैं एक साधारण यात्री। सूरज बादल के पीछे छिप जाए तो भी उसकी धूप नहीं छिपती। तुम्हारा भाग्य कहता है तुम साधारण नहीं हो। तुम्हारा भाग्य सम्राट से कहीं ऊंचा है। सम्राट से ऊंचा किसका भाग्य होता है? यात्री का, जब वो अपनी यात्रा पूरी करता है। സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വൈറലാകുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. സ്വാതന്ത്ര്യദിനവും ഇതും തമ്മിൽ എന്ത് ബന്ധമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാ ഉണ്ട്. രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ അതിഗംഭീരമായി 78ാം സ്വാതന്ത്ര്യം കൊണ്ടാടിയപ്പോ കല്ലുകടിയായി മാറിയത് പ്രതിപക്ഷ നേതാവിന് നൽകിയ ഇരിപ്പിടമാണ്. പ്രതിപക്ഷ നേതാവ് പിൻനിരയിലായത് യാദൃച്ഛികമെന്ന് പറയാൻ സാധിക്കോ? ഇതൊക്കെയാണോ വലിയ കാര്യമെന്ന് ചോദിക്കുന്നവരോട് ഇതും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം 10 വർഷത്തിനു ശേഷമാണ് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത്. ആ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം നമ്മുടെ വേദിയിൽ ഉണ്ടാകുന്നത് ആദ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം പിറകിൽ നിന്ന് 2ാം നിരയിലായി പോകുന്നത്? പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനറ്റ് പദവിയിലുള്ള ഓപ്പോസിഷൻ ലീഡർ ക്യാബിനറ്റ് മന്ത്രിമാർക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന് പിൻനിരയിൽ സ്ഥാനം നൽകിയതിനെ പറ്റി വിശദീകരിക്കേണ്ടത് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ്. പക്ഷെ അവരുടെ വിശദീകരണം ആർക്കും അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരുന്നില്ല. ഒളിമ്പിക് മെഡൽ ജേതാക്കൾ മുൻനിരയിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പിൻനിരയിലായിപ്പോയെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് സീറ്റ് ചേഞ്ച് ഉണ്ടാകാൻ സാധാരണ ഒരു മീറ്റിംഗ് അല്ല അവിടെ നടന്നത്. മറിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ്. അതിനെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ആ സാഹചര്യത്തിൽ ഈ വിശദീകരണം യുക്തിസഹമായി ആർക്കും തന്നെ തോന്നുകയില്ല. ഒളിമ്പിക് ജേതാക്കൾക്ക് മുൻനിരയിൽ സ്ഥാനം കൊടുക്കണമെന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ നിർമ്മല സീതാരാമനും ശിവരാജ് സിംഗ് ചൗഹാനും എസ് ജയശങ്കറും അമിത്ഷായും അടക്കമുള്ള മന്ത്രിമാരും ചീഫ് ജസ്റ്റിസും ഒക്കെ മുൻനിരയിൽ തന്നെയുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവിന് മാത്രം അയിത്തം. പിന്നിൽ നിന്ന് 2ാം നിരയിലേക്ക് ഒരു പിന്തള്ളൽ. കാലങ്ങളായി പരിഗണിക്കപ്പെടേണ്ടതല്ലാത്തൊരു നേതാവ്, പക്വതയില്ലാത്തവൻ തുടങ്ങി BJP പണ്ട് മുതൽ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന സ്ഥിരം കുറെ പരിവേഷങ്ങൾ തന്നെയാണ് ഇവിടെയും ചാർത്തിക്കൊടുത്തത് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഇരിപ്പിടത്തെ പറ്റിയുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ രാഹുലിനെ കാണുമ്പോൾ മോദിക്ക് കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടാണോ രാഹുലിനെ പിൻനിരയിലാക്കിയതെന്ന ചോദ്യവും, അഗ്നിവീർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളുടെ പകപോക്കലാണോ ഈ സീറ്റ് നിർണയം എന്ന ചോദ്യങ്ങളും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. മുൻപ് വാജ്പേയിയുടെ ഭരണകാലത്ത് സോണിയാഗാന്ധിക്ക് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം നൽകിയിരുന്നു. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് രാഹുലിനെ പിന്തള്ളിയത്. എന്നാൽ ചാമ്പ്യന്മാർക്കിടയിൽ ഇരിപ്പിടം കിട്ടിയതുകൊണ്ട് തന്നെ മോദി പിന്തള്ളിയിട്ടും ചാമ്പ്യന്മാർക്കിടയിലെ ചാമ്പ്യൻ എന്ന വിശേഷണത്തിനും രാഹുൽ ഇപ്പോ അർഹനായിട്ടുണ്ട്. മാത്രമല്ല, പിൻനിരയിലാക്കി സീറ്റ് നൽകി സൈഡാക്കാൻ നോക്കിയിട്ട് ഒടുവിൽ സ്റ്റാർ ആയി മാറിയത് രാഹുൽ ഗാന്ധിയാണെന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒതുക്കാൻ നോക്കി പണി വാങ്ങിയത്രേ.